നമസ്കാരം. കണ്ടു കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ. 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ. നാട്ടിൽ നടക്കുന്ന ചില സംഭവങ്ങൾ കാണുമ്പോഴും വായിച്ചറിയുമ്പോഴും ആദ്യം മനസ്സിലെത്തുന്നത് ജ്ഞാനപ്പാനയിൽ പൂന്താനം എഴുതിയ ഈ വരികളാണ്. രാജ്യത്തെ ഏറ്റവും പോപ്പുലറായ സ്റ്റാർ ടിവിയിൽ സംപ്രേഷണം ചെയ്ത കോൻ ബനേഗ കരോർപതിയിൽ പങ്കെടുത്ത് സമ്മാനം നേടിയ കോടീശ്വരൻ ഇന്നിപ്പോൾ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പാല് വിറ്റ് നടക്കുകയാണ്. ഒരു റോളർ കോസ്റ്റ് യാത്ര പോലെയാണ് 2011 KBC മത്സരാർത്ഥിയായിരുന്ന സുശീലിന്റെ ജീവിതം. സുശീൽ കുമാർ താഴ്ന്ന മധ്യവർഗത്തിൽ പെട്ടയാളായിരുന്നു. കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആയിരുന്ന അദ്ദേഹം 26-ാം വയസ്സിൽ 5 കോടി രൂപയാണ് KBCയിൽ നിന്നും നേടിയത്. കിട്ടിയ കോടികൾ കളഞ്ഞു കുളിച്ച കഥയാണ് ബീഹാറുകാരൻ സുശീൽ കുമാറിൻ്റേത്. അമിതാഭ് ബച്ചൻ ആങ്കറായി സ്റ്റാർ ടിവിയിൽ ആദ്യകാലത്ത് നടത്തിയിരുന്ന കോൻ ബനേഗ കരോർപതി പ്രോഗ്രാമിൽ പങ്കെടുത്ത് ആദ്യമായി 5 കോടി രൂപ നേടിയ വ്യക്തിയാണ് സുശീൽ കുമാർ. കോടിപതിയായ ശേഷം സുശീലിന്റെ പേരിൽ രാജ്യമാകെ ഫാൻസ് ക്ലബ്ബുകൾ രൂപം കൊണ്ടിരുന്നു. ഒറ്റ രാത്രി കൊണ്ട് അയാൾ മെഗാസ്റ്റാർ പദവിയിലാണ് എത്തിയത്. 2011 KBCയുടെ 5ാമത്തെ സീസണിലാണ് സുശീൽ പങ്കെടുത്തത്. 5 കോടി രൂപ നേടിയ ആദ്യ മത്സരാർത്ഥിയായി സുശീൽ ചരിത്രം സൃഷ്ടിച്ചു. നികുതി കഴിച്ച് 3.5 കോടി രൂപയാണ് സുശീലിന് സമ്മാനമായി കിട്ടിയത്. ഇത് അദ്ദേഹത്തിന് വ്യാപകമായ പ്രശംസയും ശ്രദ്ധയും നേടിക്കൊടുത്തു. കോടിപതിയായ ശേഷം അദ്ദേഹത്തിന് ബീഹാറിന്റെ മുക്കിലും മൂലയിലും സ്വീകരണം ഒരുക്കിയിരുന്നു. എന്നാൽ കാലക്രമേണ ജനപ്രീതി കുറഞ്ഞു. കാശും പ്രശംസയും കിട്ടിയതോടെ സുശീൽ മറ്റൊരാളായി മാറി. കാശ് കണ്ട് ഭ്രമിച്ച ഇയാൾ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി. വേണ്ടാത്ത കൂട്ടുകെട്ടുകളിലെല്ലാം പോയി ചാടി. സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് വലിയ ധാരണകളൊന്നുമില്ലാതെയായിരുന്നു സുശീൽ നിരവധി സുരക്ഷിതമല്ലാത്ത നിക്ഷേപങ്ങൾ നടത്തിയത്. KBCയിലൂടെ കോടീശ്വരനായ വാർത്തയറിഞ്ഞ് നിരവധി പേർ സുശീലിനടുത്ത് സാമ്പത്തിക സഹായം തേടിയെത്തി. അടുത്തുകൂടിയവരെല്ലാം സുശീലിനെ പറ്റിച്ചിട്ടു പോയി. അങ്ങനെ ഒരുപാട് പേരുടെ ആരാധനാപാത്രമായിരുന്ന സുശീൽ ഒടുവിൽ തെരുവിലേക്ക് എടുത്തെറിയപ്പെട്ടു. മദ്യവും മയക്കുമരുന്നുപയോഗവും നിമിത്തം കുടുംബജീവിതം താറുമാറായി. ഭാര്യയുമായി അടിച്ചു പിരിഞ്ഞു. ഒരിക്കൽ എല്ലാവരുടെയും ആരാധനാപാത്രമായിരുന്ന അദ്ദേഹം വളരെ പെട്ടെന്ന് വെറുക്കപ്പെട്ടവനായി. ഒടുക്കം തനിക്ക് സംഭവിച്ച ദുരന്തത്തെക്കുറിച്ച് അദ്ദേഹം തന്നെ 2020 ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടപ്പോഴാണ് സുശീൽ കുമാറിന് സംഭവിച്ച അവസ്ഥയെക്കുറിച്ച് ലോകം അറിയുന്നത്. മദ്യവും മയക്കുമരുന്നും ഉപേക്ഷിച്ച് വീണ്ടും ജീവിത ട്രാക്കിലേക്ക് തിരിച്ചു പോകാൻ അദ്ദേഹം വല്ലാതെ കഷ്ടപ്പെടുന്നു. സാമ്പത്തിക അരാജകാവസ്ഥയിൽ നിന്ന് കരകയറാൻ പശുവിനെ വളർത്തിയും പാല് വിറ്റും രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പാടുപെടുകയാണ്. ചരട് പൊട്ടിപ്പോയ പട്ടം കണക്കെ കൈവിട്ടുപോയ ജീവിതം തിരിച്ചു പിടിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് ഇപ്പോൾ സുശീൽ കുമാർ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലുമടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.